മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മൃത്യുവിനെ ജയിച്ച് കർത്തനേശു ക്രിസ്തുവിനെ സ്തുതിപ്പിൻ. മൃത്യുവിനെ ജയിച്ച് കർത്തനേശു ക്രിസ്തുവിനെ സ്തുതിപ്പിൻ. ആദ്യനും അന്ത്യനുമാ മഹാരാജനേശുവിനെ സ്തുതിപ്പിൻ. ആദ്യനും അന്ത്യനുമാ മഹാരാജനേശുവിനെ സ്തുതിപ്പിൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കർത്തൃദിന ചിന്തയ്ക്കായി നമുക്ക് റോമാലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇവിടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നാം പാപത്തിന് ദാസന്മാരായി വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. ആരാണ് നമ്മെ വിറ്റത്? യെശയ്യാപ്രവചനം 50-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അപ്പോൾ വിറ്റുകളഞ്ഞത് നാം തന്നെയാണ്. നാം അങ്ങനെ വിൽക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു. നാം പാപത്തിന്റെ ദാസന്മാരായിത്തീർന്നു. അതായത് നമ്മെ തന്നെ നാം പാപം ചെയ്യുവാൻ വിൽറ്റു. അങ്ങനെ നാം പാപത്തിന്റെ ദാസന്മാരായിത്തീർന്നു. അങ്ങനെ പാപത്തിന്റെ ദാസന്മാരായ നമുക്ക് ലഭിക്കുന്നതായ കൂലി, അതായത് ശമ്പളം, റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. അപ്പം പാപം നമ്മെ എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് നോക്കുക. നിത്യമായ മരണത്തിൽ, അതായത് നിത്യമായ നരകത്തിൽ. ആ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് സ്വയം കഴിവില്ലാതെയായി. നമ്മുടെ ഒരു കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. 49-ാം സങ്കീർത്തനം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ. നാം ദൈവത്തിന്റെ ആയിരുന്നു, എന്നാൽ ദൈവത്തിന്റെ സ്വന്തമായിരുന്ന നാം നമ്മെ വിറ്റു. അങ്ങനെ വിറ്റത് കൊണ്ട് ഇനി ദൈവത്തിന് വില കൊടുക്കണം. ദൈവത്തിന് വില കൊടുത്ത് നമ്മെ തിരികെ മേടിക്കണം. അത് ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്കും ഒരു നാളും സാധിക്കാതെ ആയ അവസ്ഥയിൽ ദൈവം തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ്. എന്താണ് നാം വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അതായത് യേശുക്രിസ്തുവിനെ തന്നുകൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായി പ്രസാദിച്ചു. നമ്മുടെ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ, അതായത് യേശുക്രിസ്തു, ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. അപ്പോൾ മനുഷ്യനെ വിറ്റുകളഞ്ഞതുകൊണ്ട് അവന് വില കൊടുത്ത് അവനെ തിരികെ വാങ്ങുവാനാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത്. നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അനന്തരഫലമായ നിത്യമരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പൊ സകല മനുഷ്യർക്കും അവരെ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് യേശു ക്രിസ്തു തന്നെ മറുവിലയായി കൊടുത്തു. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കാൽവരി ക്രൂശിൽ വഹിച്ചു. ക്രൂശിൽ ദൈവത്താൽ നമുക്ക് വേണ്ടി കൈവിടപ്പെട്ടു. അതായത് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ ദൈവം കൈവിട്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി അവിടെ ആ മരണം വരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ആവശ്യമായത് ദൈവപുത്രൻ ചെയ്തു തീർത്തു. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിവൃത്തിയായി എന്ന്. തൻ്റെ പ്രാണനെ തന്ന് നമ്മെ വീണ്ടെടുത്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ആ വിശ്വസിച്ച ദൈവമക്കൾ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായി. അതായത് പാപത്തിന്റെ ശിക്ഷയായ നിത്യനരകത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചു. ഇന്ന് നാം മോചനം ലഭിച്ചവരാണ്. നാം ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. നാം നമ്മുടെയല്ല, കർത്താവിൻ്റെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ, നമുക്ക് വേണ്ടി വില കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ കർത്താവ് വില കൊടുത്ത് നമ്മെ വാങ്ങിയത് കൊണ്ട് ഇന്ന് നാം നമ്മുടെയല്ല, നാം കർത്താവിൻ്റെയാണ്. ഇന്ന് നമ്മെ വീണ്ടെടുത്ത് നിത്യജീവന്റെ അവകാശികളാക്കി തീർത്ത ആ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് സാഷ്ടാംഗം വീണ് കർത്താവിനെ നമസ്കരിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നാം കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ വീണ്ടെടുത്തു, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി തീർത്തു. ഇന്ന് രാവിലെ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയിൽ ജീവിക്കുന്ന കർത്താവ്, സർവശക്തിയുള്ള കർത്താവായി സ്വർഗത്തിൽ വാഴുന്നവൻ, സകല ആരാധനയും സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്നവൻ. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണാം. മാത്രമല്ല, അനധിവിദൂര ഭാവിയിൽ കർത്താവ് വരും, തൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. അന്ന് നമുക്ക് വേണ്ടി വില കൊടുത്ത് നമ്മെ വാങ്ങിച്ച ആ യജമാനനെ നാം നേരിൽ കാണും. അന്ന് അവൻ്റെ പാദത്തിൽ വീണ് നാം അവനെ ആരാധിക്കും. ആ വലിയേറെ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ആ നിലയിൽ നമുക്ക് വേണ്ടി വില കൊടുത്ത് നമ്മെ നിത്യമായ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ആ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. സകല നന്ദിയും സ്തോത്രവും പുകഴ്ചയും ബഹുമാനവും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്ന സകല സ്തുതിയും കർത്താവിൻ്റെ പാദത്തിൽ അർപ്പിച്ച് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേദത്തിൻ കാതലീവൻ മാനുകൂല മോക്ഷത്തിൻ പാതയും താൻ. വേദത്തിൻ കാതലിവൻ മാനുകൂല മോക്ഷത്തിൻ പാതയും താൻ. ഖേദം സഹിച്ചുകൊണ്ട് നരകുലവ്യാധി അകറ്റിയോ നാം. ഖേദം സഹിച്ചുകൊണ്ട് നരകുലവ്യാധി അകറ്റിയോ നാം.